മാലിദ്വീപ് ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ചൈന കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും. ഇതിന് മറുപടിയായാണ് ഇന്ത്യ മാലദ്വീപിനെ പിന്തുണയ്ക്കാൻ ധാരാളം പണവും വിഭവങ്ങളും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് സോലിഹിന്റെ കീഴിൽ ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യ ചൈനയെ മറികടന്ന് ദ്വീപിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക പിന്തുണക്കാരായി മാറിയിരിക്കുകയാണ്. ദ്വീപിൽ ആശുപത്രികൾ, സ്കൂളുകൾ, വിമാനത്താവളങ്ങൾ, മറ്റ് അടിയന്തര സൗകര്യങ്ങൾ എന്നിവയ്ക്കായി വലിയ തോതിൽ ഇന്ത്യ പണം ചെലവഴിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ പുറത്ത് എന്ന മുദ്രാവാക്യത്തിലൂന്നിയാണ് മൊയ്സു പ്രചാരണം നടത്തിയത്. രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയും പരമാധികാരവും നിലനിർത്തണമെങ്കിൽ രാജ്യത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന ഡസൻ കണക്കിന് ഇന്ത്യൻ സൈനികരെ നീക്കം ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇന്ത്യ ദ്വീപിന് നൽകിയ അടിയന്തര സേവനത്തിനുള്ള ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും രാജ്യത്തിന് ഭീഷണിയാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് മൊയ്സു നടത്തിയ പ്രചാരണം. അദ്ദേഹത്തിൻ്റെ പുരോഗമന സഖ്യ സർക്കാർ അവരുടെ ചൈന അനുകൂല ചായ്വുകൾക്ക് നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്നതാണ്. 2013നും 2018നും ഇടയിൽ അവർ അവസാനമായി അധികാരത്തിലെത്തിയപ്പോൾ ചൈനയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അക്കാലത്ത് തലസ്ഥാനമായ മാലയുടെ മേയറായിരുന്നു മൊയ്സു. നഗരത്തെ വിമാനത്താവളമാക്കി ബന്ധിപ്പിക്കുന്ന 150 മില്യൺ പൗണ്ടിൻ്റെ പദ്ധതിയായ ചൈന മാലദ്വീപ് ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചതും മൊയ്സു തന്നെയായിരുന്നു. എന്നാൽ ആ മൊയ്സുവിനെ തന്നെ കാലുവാരി ചൈന ഇപ്പോൾ മാലദ്വീപ് എന്ന രാഷ്ട്രത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ചൈന അനുകൂല നേതാവായ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്നത്. അന്നു മുതൽ ദ്വീപിൽ ഇന്ത്യ വിരുദ്ധ വികാരം സജീവമാണ്. മൊയ്സുവിൻ്റെ ചൈന സന്ദർശനം മാലദ്വീപിൻ്റെ വിദേശ നയം വ്യക്തമാക്കുന്നതായിരുന്നു. കൂടാതെ ദ്വീപിൽ സേവനം അനുഷ്ഠിക്കുന്ന ഇന്ത്യൻ സൈനികരെ തിരിച്ചയക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു. ഈ ആഴ്ച തൻ്റെ സർക്കാരിൻ്റെ വിദേശ താൽപ്പര്യം ഒരിക്കൽ കൂടി ഇന്ത്യയോട് വ്യക്തമാക്കുകയും ചെയ്തതാണ് മൊയ്സു. കഴിഞ്ഞ ദിവസം നടത്തിയ പൊതുപ്രസംഗത്തിൽ മൊയ്സു ഇക്കാര്യം ആണയിട്ടും പറയുന്നുണ്ട്. മെയ് 10-ന് രാജ്യത്ത് യൂണിഫോമിലോ സിവിൽ വസ്ത്രത്തിലോ ഒരു ഇന്ത്യൻ സൈനികനെ പോലും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ സൈന്യം ഏതെങ്കിലും തരത്തിലുള്ള വസ്ത്രം ധരിച്ച് ഈ രാജ്യത്ത് താമസിക്കില്ല. ഞാനിത് ആത്മവിശ്വാസത്തോടെ പ്രസ്താവിക്കുന്നു. മേഖലയിലെ ചെറിയ രാജ്യങ്ങളെ ഇന്ത്യ ഭീഷണിപ്പെടുത്തുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൊയ്സു ആരോപിച്ചത് ഇങ്ങനെയായിരുന്നു. ഈ ആരോപണത്തിന് തിരിച്ചടിയെന്നോണം ഭീഷണിപ്പെടുത്തുന്നവർക്ക് $4.5 ബില്യൺ സഹായം നൽകുന്നില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചിരുന്നു. മാലദ്വീപ് ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് സ്വീകരിക്കുന്ന സാമ്പത്തിക സഹായം പരാമർശിച്ചായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. മൊയ്സുവിൻ്റെ സർക്കാർ ചൈനയുമായി സൗജന്യ സൈനിക സഹായം ലഭിക്കുന്നതിന് കരാർ ഉണ്ടാക്കിയിരുന്നു. കൂടാതെ ചൈനയിൽ നിന്ന് 12 ആംബുലൻസുകളും ദ്വീപിന് നൽകുകയുണ്ടായി. നയതന്ത്രത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കുമായി മാലദ്വീപ് ചൈനയുമായി മുമ്പ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും പ്രതിരോധ കാര്യങ്ങൾക്കായി അവർ ഔദ്യോഗികമായി ബന്ധപ്പെടുന്നത് ഇത് ആദ്യമാണ്. സൈനിക സഹായം കൂടി സ്വീകരിക്കുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ നയങ്ങളും രൂപപ്പെടുത്തിയേക്കും. ഇത് ചൈനയ്ക്ക് കീഴിൽ മാത്രമായിരിക്കും നടക്കുക. ചൈനയുമായി സൈനിക ബന്ധം സ്ഥാപിക്കാൻ മൊയ്സു ഇത്ര വേഗത്തിൽ നീങ്ങിയത് ആശ്ചര്യകരമാണ്. ദ്വീപിൻ്റെ നയം ഇന്ത്യയെ അസ്വസ്ഥമാക്കുമെന്ന് വ്യക്തമാണ്. പുതിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷം ആളുകൾ മാത്രമുള്ള മാലദ്വീപ് മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. എന്നാൽ വലിപ്പം കുറവാണെങ്കിലും തന്ത്രപരമായി രാജ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലായതിനാൽ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ ഇന്ത്യക്കും ചൈനയ്ക്കും താൽപ്പര്യമുണ്ട്. ഗൾഫിൽ നിന്നും ചൈനയിലേക്ക് എണ്ണ വിതരണം നടത്തുന്ന പ്രധാന കപ്പൽപാതയിലാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സമീപത്ത് ഒരു പ്രധാന US നാവിക താവളവുമുണ്ട്. അതിനാൽ രാജ്യം ഭൂമിശാസ്ത്രപരമായി ചെറുതാണെങ്കിലും അതിൻ്റെ സ്ഥാനവും പ്രധാന രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങളും കാരണം ഭൗമരാഷ്ട്രീയമായി വലിയ സ്വാധീന മേഖലയാണ് അത്. അധികാരമേറ്റതിനു ശേഷം മൊയ്സുവിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക സന്ദർശനം ചൈനയിലേക്കായിരുന്നു. ഇരു രാജ്യങ്ങളും ഏകദേശം 15 കരാറുകളിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അധികാരത്തിലെത്തിയ മൊയ്സു എല്ലാ ഇന്ത്യൻ സൈനികരെയും രാജ്യത്തു നിന്ന് നീക്കം ചെയ്യുമെന്ന തൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിന് 80 മൈൽ വടക്കുള്ള ഇന്ത്യൻ ദ്വീപ് സമൂഹമായ ലക്ഷദ്വീപിനെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പിരിമുറുക്കം കൂടുതൽ ശക്തമാക്കിയിരുന്നു. വിനോദസഞ്ചാരം പ്രധാന വരുമാനമായി കാണുന്ന തങ്ങളുടെ രാജ്യത്തു നിന്ന് യാത്രക്കാരെ അകറ്റാനുള്ള ശ്രമമായി മാലദ്വീപിലെ ചിലർ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ കണ്ടിരുന്നു. ഇതിൻ്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാലദ്വീപ് മന്ത്രിമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പരിഹസിക്കുന്നതിൽ വരെ കാര്യങ്ങളെത്തി. എന്നാൽ ആ അഭിപ്രായങ്ങളുടെ പേരിൽ അവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തിരുന്നു. രാജ്യത്തെ അപമാനിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ഉയർന്നു കേട്ടതാണ്. ഒരു ഇന്ത്യൻ ട്രാവൽ കമ്പനി അതിൻ്റെ ദ്വീപിലേക്കുള്ള വിമാനങ്ങൾ തന്നെ നിർത്തിവെക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസമാണ് ചൈനീസ് ഗവേഷണ കപ്പലിന് കടലിൽ പ്രവേശിക്കാൻ മാലദ്വീപ് അനുമതി നൽകിയത്. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്തിരുന്നതാണ്. മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയവും ചൈനയും തമ്മിൽ പ്രഖ്യാപിച്ച സൗജന്യ സൈനിക സഹായവും ഇന്ത്യയെ കൂടുതൽ അലോസരപ്പെടുത്താൻ സാധ്യതയുണ്ട്.
സംഘർഷങ്ങൾക്കിടയിലും മേഖലയിലെ സൈനിക സാന്നിധ്യം ശക്തമാക്കാനുള്ള പ്രകടമായ ശ്രമത്തിലാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായാണ് ലക്ഷദ്വീപിൽ രണ്ടാമത്തെ സൈനിക താവള പദ്ധതി ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഇന്ത്യയുമായുള്ള മാലദ്വീപിന്റെ ശിഥിലമായ ബന്ധവും രാജ്യത്തിന്റെ മോശം സാമ്പത്തിക സാഹചര്യവും മുതലെടുത്ത് പ്രതിരോധ കരാറുകൾ ഉണ്ടാക്കാൻ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ മൊയ്സു സർക്കാരിനുള്ള ഇന്ത്യയുടെ പ്രതികരണം പ്രതികൂല സ്വഭാവമുള്ളതാണെന്നും ഈ പ്രതികരണം ദ്വീപിനെ ചൈനയുമായി കൂടുതൽ അടുപ്പിക്കുമെന്നുമാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും ഇന്ത്യ നൽകുന്ന വലിയ തുകയുടെ സാമ്പത്തിക സഹായം കണക്കിലെടുക്കുമ്പോൾ ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാൻ മാലദ്വീപിന് കഴിയില്ല. ഇത് മുതലെടുത്താണ് കൂടുതൽ സഹായവുമായി ചൈന പിന്നാലെയെത്തി രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കും മാലദ്വീപിനും ഇടയിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടിയതോടെ ഇത് മുതലെടുത്താണ് മാലദ്വീപുമായി സൈനിക കരാർ ചൈന ഒപ്പുവച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ 2 സൈനിക കരാറുകൾ ഇതിനു പുറമെ ഒപ്പുവച്ചതായും മാലിയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാലദ്വീപ് പ്രതിരോധ മന്ത്രി ഗസൻ മൗമൂണും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഇന്റർനാഷണൽ മിലിറ്ററി കോപ്പറേഷൻ ഓഫീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മേജർ ജനറൽ ഷാങ് ബവുവും തമ്മിൽ രേഖകൾ കൈമാറിയ ചടങ്ങിലാണ് കരാറുകൾ ഔപചാരികമായത്. കരാറുകളിലൊന്നിലെ വ്യവസ്ഥകൾ അനുസരിച്ച് മാലദ്വീപിന് ഒരു ചെലവും കൂടാതെ സൈനിക സഹായം നൽകുമെന്ന് ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയം ഇതുവരെ സഹായത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇതോടെ സൈനിക പിന്തുണയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതായി മാലദ്വീപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ചൈനീസ് ഗവേഷണ കപ്പലായ സിയാങ് ഹോങ് 3 സംബന്ധിച്ച ഒരു സമാന്തര കരാറിൽ ഒപ്പുവച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഈ കരാർ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമുദ്ര ഗവേഷണത്തെ സ്വാധീനിച്ചേക്കാം. ഇത് ചൈന മാലദ്വീപ് ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ദൃഢമാക്കുന്നതിനൊപ്പം മാലദ്വീപിനെ ചൈനയുടെ ഭാഗമാകാനുള്ള ശ്രമമാണെന്നും പറയുന്നുണ്ട്. ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെയാണ് ഈ കരാറുകൾ മാലദ്വീപിന് മുന്നിലേക്ക് എത്തുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് മാലി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിലെ സമുദ്ര സുരക്ഷയിലും വ്യാപാര പാതയിലും ഈ പ്രദേശം നിർണായക പങ്കാണ് വഹിക്കുന്നത്. ചൈനയും മാലദ്വീപും തമ്മിലുള്ള പുതിയ സൈനിക കരാറുകൾ കേവലം രേഖകൾ മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയുടെ തെളിവ് കൂടിയാണ് അവ. മാലദ്വീപിൽ ചൈന നൽകുന്ന സൈനിക സഹായത്തെ ചുറ്റിപ്പറ്റിയുള്ള സുതാര്യതയില്ലായ്മയെക്കുറിച്ച് ആശങ്കയുമുണ്ട്. ഇത് മാലദ്വീപിന്റെ പരമാധികാരത്തിലും സ്വയംഭരണത്തിലുമുള്ള അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നവയാണ്. ചൈനയെ അമിതമായി ആശ്രയിക്കുന്നത് കടക്കെണിയിലോ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാലദ്വീപിന്റെ അവകാശങ്ങളെയും ബാധിച്ചേക്കുമെന്നും ചില ആശങ്കകളും പുറത്തുവരുന്നുണ്ട്. നൂറുകണക്കിന് കൊച്ചു ദ്വീപുകളുടെ സമൂഹമായ മാലദ്വീപിന് സുരക്ഷ എന്നും ഒരു തലവേദനയാണ്. ജനവാസമില്ലാത്തവയാണ് മിക്ക ദ്വീപുകളും. 4-5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തുരുത്തുകൾ മുതൽ പൂർണ്ണമായും നഗരമായി മാറിയ മാലെ പോലുള്ള ദ്വീപുകൾ വരെയുണ്ട്. കടൽക്കൊള്ളക്കാർക്കും കള്ളക്കടത്തുകാർക്കും ഭീകര സംഘടനകൾക്കും രഹസ്യമായി താവളമടിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് ഭീഷണി ഉയർത്താൻ പറ്റിയ പ്രദേശം. ഒപ്പം വിദേശ ശക്തികൾക്ക് കൈവശപ്പെടുത്തി നാവികത്താവളങ്ങൾ ഒരുക്കാൻ കഴിയുന്ന മേഖലയുമാണത്. ശ്രീലങ്കൻ തമിഴ് വിപ്ലവകാരികളോട് അടുപ്പമുള്ള ഒരു സംഘം കൂലിപ്പട്ടാളക്കാർ 1988 കൊട്ടാര വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുത്തതാണ് ഇവിടം. രായ്ക്കുരാമാനം ഇന്ത്യൻ നാവികസേനയും വ്യോമസേനയും രംഗത്തെത്തി വിപ്ലവകാരികളെ പിടികൂടി തടവിലാക്കിയിരുന്ന പ്രസിഡന്റ് അബ്ദുൽ ഖയൂമിനെ മോചിപ്പിച്ച് അധികാരത്തിൽ തിരിച്ചെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ദ്വീപുകളിൽ അടിയന്തര സഹായം ആവശ്യമുള്ളപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഇന്ത്യ രംഗത്തെത്താറുണ്ട്. 2004 സുനാമി വന്നപ്പോഴും 2014 മാലെ നഗരത്തിലെ ശുദ്ധജല വിതരണം തകരാറിലായപ്പോഴും ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾ ദ്രുതഗതിയിൽ സഹായങ്ങളുമായി ഹെലികോപ്റ്ററിലും എത്തിയിരുന്നു. ഓരോ വർഷവും 150 തവണയിലെങ്കിലും ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളോ സന്നദ്ധ സംഘടനകളോ മാലദ്വീപിൽ സഹായഹസ്തവുമായി എത്താറുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ വിരുദ്ധ രാഷ്ട്രീയ വിഭാഗങ്ങളും മാലദ്വീപിൽ സജീവമാണ്. ചൈനയും പാകിസ്ഥാനും ഈ വിഭാഗങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2 പതിറ്റാണ്ടുകൾക്ക് മുൻപ് മാലദ്വീപിന്റെ ഒരു കൊച്ചു ദ്വീപ് ചൈനീസ് കമ്പനിക്ക് പാട്ടത്തിന് കൊടുക്കാൻ നീക്കം നടന്നെന്നും ഇന്ത്യയുടെ ശക്തമായ താക്കീതിനെ തുടർന്ന് അത് വേണ്ടെന്ന് വെച്ചെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവിടേക്കാണ് സ്നേഹം നടിച്ച് മാലദ്വീപിനെ ഒപ്പം കൂട്ടി ചൈനയുടെ ഭാഗമാക്കാനുള്ള നീക്കവുമായി ചൈന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്.